ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 18 വണക്കമാസം നമുക്ക് വായിക്കാം. ദൈവമാതാവ് ഈശോ മിശിഹായിൽ നിന്നും പ്രാപിച്ച സന്തോഷം. ഒന്നാമത്, കന്യകാമറിയം തൻ്റെ തിരുക്കുമാരനായ ഈശോയെ കാണുമ്പോഴും, രണ്ടാമത് തന്നോട് സംസാരിക്കുമ്പോഴും, മൂന്നാമത് തൻ്റെ വേദപ്രസംഗം കേൾക്കുമ്പോഴും സന്തോഷം അനുഭവിച്ചിരുന്നു. ആദ്യം, കന്യകാമറിയം അനന്തസ്നേഹത്തിന് യോഗ്യനായ തൻ്റെ കുമാരനെ കാണുമ്പോഴൊക്കെയും അത്യധികമായ സന്തോഷത്താൽ പൂരിതയായിരുന്നു. മിശിഹായുടെ അസാധാരണ സൗന്ദര്യം ഇതിനൊരു കാരണമായിരുന്നു. എന്നാൽ ഈ കുമാരൻ്റെ സ്വർഗീയ സമ്പത്ത്, വരപ്രസാദ സമ്പൂർണത, ദൈവത്വം മുതലായവയായിരുന്നു മറിയത്തെ സാക്ഷാൽ ആനന്ദഭരിതയാക്കിയത്. തൻ്റെ പുത്രൻ ലോകപരിത്രാതാവാണെന്നും തന്മൂലം അനവധി ആളുകൾ സ്വർഗപ്രാപ്തരാകുമെന്നുള്ള വിചാരവും ദൈവജനനിയെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരിക്കണം. എന്നാൽ വിശുദ്ധ കുർബാന വഴിയായി ദൈവമാതാവിൻ്റെ തിരുക്കുമാരനും സകല ആരാധനയ്ക്കും പാത്രീഭൂതനുമായ ഈശോ തന്നെയാണല്ലോ നമ്മുടെ ഹൃദയത്തിലും എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ഈശോയെ യോഗ്യതാപൂർവം കൈക്കൊണ്ടാൽ നമുക്കുളവാകുന്ന ആത്മീയ സന്തോഷം എത്ര വലുതായിരിക്കും. രണ്ടാമത്, കന്യകാമറിയം തൻ്റെ തിരുക്കുമാരനുമായുള്ള സംഭാഷണത്തിൽ അത്യന്തം സന്തോഷം അനുഭവിച്ചു വന്നു. വേദസംബന്ധമായ കൃത്യങ്ങൾ, തിരുസഭയുടെ ക്രമീകരണം, അതിൻ്റെ വിസ്മയനീയമായ നിലനിൽപ്പ്, അതിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, വേദസാക്ഷികളുടെ പ്രാണത്യാഗം, ലോകാവസാനം വരെ തിരുസഭയിൽ ചെയ്യപ്പെടുന്ന പുണ്യകൃത്യങ്ങൾ, ഇവയെല്ലാം ഓരോന്നോരോന്നായി മിശിഹ തൻ്റെ മാതാവിന് വെളിപ്പെടുത്തുകയും മറിയം ഈ വചനങ്ങളൊക്കെയും അധിക വണക്കത്തോടുകൂടെ കേട്ട് അവയെപ്പറ്റി ഇടപെടാതെ ധ്യാനിച്ച് ഏറ്റവും ആനന്ദിക്കുകയും ചെയ്തു. ആ മാതാവിനെ പോലെ സത്യവേദത്തെപ്പറ്റി ക്രിസ്ത്യാനികൾ കൂടെ കൂടെ ധ്യാനിച്ചാൽ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം എത്രയെന്ന് എങ്ങനെ പറയും? എന്നാൽ നശിച്ചു പോകുന്ന ലോകകാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുകയും നാശമില്ലാത്ത വേദകാര്യങ്ങളെ ഗൗനിക്കാതിരിക്കുകയും ചെയ്താൽ പ്രയോജനമെന്ത്? അതുകൊണ്ട് വേദമുറ അനുസരിച്ച് നടന്ന് നിത്യായുസ്സ് നേടുന്നതിനായി മതതത്വങ്ങളെയും നിബന്ധനകളെയും ഭക്തിയോടും ഗാഢമായും ധ്യാനിച്ചറിയുവാനും അവയെ ദൃഢമായി വിശ്വസിക്കുവാനും വേണ്ട സഹായം ദൈവമാതാവിനോട് അപേക്ഷിക്കണം. മൂന്നാമത്, ഈശോ മിശിഹ വേദമറിയിച്ചു കൊണ്ടിരിക്കയിൽ ദൈവമാതാവ് സന്തോഷം അനുഭവിച്ചത് തൻ്റെ തിരുക്കുമാരൻ അസംഖ്യങ്ങളായ അത്ഭുതങ്ങൾ ചെയ്യുന്നതും രോഗികളെ സുഖപ്പെടുത്തുന്നതും അനവധി ജനങ്ങൾ പിൻചെന്ന് മിശിഹായെ പുകഴ്ത്തുകയും നമസ്കരിക്കുകയും ആരാധിക്കുകയും മറ്റും ചെയ്യുന്നത് കണ്ടതുകൊണ്ടും സ്വപുത്രൻ സാക്ഷാൽ ദൈവവും ലോകരക്ഷകനുമെന്ന് ജനങ്ങൾ അനുസരിച്ച് പറയുന്നത് കേട്ടതുകൊണ്ടും മാത്രമായിരുന്നില്ല. മിശിഹായുടെ ശിഷ്യരും തൻ്റെ കീർത്തനക്കാരും ആരോഗ്യം പ്രാപിച്ചവരും മരണത്തിൽ നിന്ന് മുക്തരുമായ അനവധി ആളുകൾ മിശിഹ മൂലം തങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കായി നന്ദി പറയുന്നതിന് ദൈവമാതാവിൻ്റെ പക്കൽ വന്നപ്പോൾ ഈ അമ്മ അനുഭവിച്ച സന്തോഷം അപരിമിതമായിരുന്നു. നാമും ഈ നാഥയെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തൻ്റെ യോഗ്യതയ്ക്കൊത്ത പോലെ വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന് ശ്രമിക്കണം. ദൃഷ്ടാന്തം, ഈശോ സഭയിൽപ്പെട്ട സിൽവെര കൊൺസലസ് എന്ന സുപ്രസിദ്ധനായ വൈദികൻ ആഫ്രിക്ക ഖണ്ഡത്തിലുള്ള മെനോമൊത്തപ്പ എന്ന രാജ്യത്തിൽ സത്യവേദം അറിയിപ്പാൻ പോയ അവസരത്തിൽ ദൈവമാതാവിൻ്റെ ഒരു വലിയ പടം കൂടെ കൊണ്ടുപോയിരുന്നു. അവിടുത്തെ രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ സന്ദർശിക്കാനായി വന്നപ്പോൾ മുറിയിലിരുന്ന് ഈ പടം കാണുകയുണ്ടായി. അത് അസാധാരണ സൗന്ദര്യമുള്ളൊരു സ്ത്രീരത്നമെന്ന് അയാൾക്ക് തോന്നിയതിനാൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ വൈദികൻ്റെ പക്കൽ സുന്ദരിയായ ഒരു രാജ്ഞിയെ കണ്ടു എന്ന്. അപ്പോൾ രാജാവ് ആ രാജ്ഞിയെ കാണണമെന്നുള്ള ആഗ്രഹാധിക്യത്താൽ പ്രസ്തുത വൈദികൻ്റെ പക്കൽ ആളയച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നിച്ചു വസിക്കുന്ന രാജ്ഞിയെ തൻ്റെ അടുക്കിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. വൈദികനാകട്ടെ രാജസന്നിധിയിൽ ചെന്ന് ദൈവമാതാവിൻ്റെ ഒരു പടമല്ലാതെ മറ്റൊന്നും എൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പടം കാണിക്കുകയാണ് ചെയ്തത്. ആ പടം കണ്ട് രാജാവ് വളരെ സന്തോഷിച്ച് അത് സ്വന്തം മുറിയിൽ വലിയ അലങ്കാരത്തോടു കൂടി സ്ഥാപിക്കണമെന്ന് കൽപ്പനയായി. അത് സ്ഥാപിച്ച ദിവസം തന്നെ രാത്രിയിൽ ദൈവമാതാവ് ആ പടത്തിൻ്റെ സാദൃശ്യത്തിൽ രാജാവിന് നിദ്രയിൽ കാണപ്പെട്ട് അദ്ദേഹത്തോട് ചില വചനങ്ങളൊക്കെ കൽപ്പിച്ചരുളി. എങ്കിലും രാജാവിന് അത് മനസ്സിലായില്ല. ഇങ്ങനെ 5 രാത്രി സംഭവിച്ചതിന് ശേഷം രാജാവ് വൈദികൻ്റെ പക്കൽ പോയി ആ രാജ്ഞി തന്നോട് അപരിചിതമായ ഭാഷയിൽ സംസാരിക്കുന്നു എന്നും അത് ഗ്രഹിക്കാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ചു.
ആ രാജ്ഞി പറയുന്ന ഭാഷ സ്വർഗീയ ഭാഷയായിരിക്കുന്നതിനാൽ അത് മനസ്സിലാക്കുന്നതിന് മാമോദിസ കൈക്കൊണ്ട് സത്യവേദം സ്വീകരിക്കണം എന്നായിരുന്നു വൈദികന് കൊടുത്ത ഉത്തരം. ആ ഭാഷ ഗ്രഹിക്കാനുള്ള ആഗ്രഹം കൊണ്ട് രാജാവ് അപ്രകാരം സമ്മതിക്കുകയും മതപഠനത്തിൻ്റെ ശേഷം ജ്ഞാനസ്നാനം കൈക്കൊള്ളുകയും ചെയ്തു. അമ്മ രാജ്ഞിയും മറ്റു പല പ്രധാനികളും രാജാവിനെ അനുകരിക്കാതിരുന്നില്ല. ഇതിൻ്റെ ശേഷം ദൈവമാതാവിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കുന്നതിന് പ്രയാസമുണ്ടായില്ല. തൻ്റെ മാനസാന്തരത്തിന് സ്വർഗരാജ്ഞി ഉപയോഗിച്ച ഒരു മാർഗമത്രേ ഇതെന്ന് ഗ്രഹിച്ച് ഈ നാഥയെ നന്ദിപൂർവ്വം സ്തുതിച്ചുകൊണ്ട് രാജാവ് സത്യവേദത്തിൽ സുസ്ഥിരനായി നിന്നു. ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന സച്ചിന്തകളെ നിങ്ങൾ അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കണം. ജപം. എൻ്റെ ദിവ്യമാതാവേ, എന്നോടുള്ള അമിതമായ സ്നേഹവും ദൈവവരപ്രസാദത്താൽ ഉളവാകുന്ന മനസ്സന്തോഷവും എൻ്റെ ആത്മാവിൽ ജനിപ്പിക്കുന്നതിന് അങ്ങ് എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങേ തിരുക്കുമാരനായ ഈശോ വെളിപ്പെടുത്തിയ വേദസത്യങ്ങളെ അറിഞ്ഞു വസിപ്പാനും അതുപോലെ നടപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയിൽ നിന്ന് അങ്ങ് അനുഭവിച്ച സന്തോഷാധിക്യത്തെക്കുറിച്ച് എൻ്റെ ആഗ്രഹം പൂർത്തിയാകുവാൻ തക്കവണ്ണം എൻ്റെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അദൃശ്യവചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ പ്രാർത്ഥനയും 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേ 3 തൃത്വസ്തുതിയും ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയെ പൂർണ്ണമായി ചൊല്ലാം. രാജകന്യകയെ എന്ന ജപം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാജകന്യകയെ, മനോഗണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസി ഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്ന് കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസി ഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃജപം. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. നമുക്ക് ഓരോരുത്തർക്കും അനവധി നന്മകൾ നൽകിയിരിക്കുന്ന നമ്മുടെ കാവൽ ദൈവദൂതനെ നന്ദിപൂർവ്വം സ്തുതിക്കണം. വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാരാ, ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാരാ, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി, ദൈവകുമാരൻ ജനനി. മേരി മഹേശ്വരി, വാഴ്ത്തിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി. നൊന്തു കരയുമ്പോൾ നിന്മക്കൾക്കാലംബം നീ മാത്രമാണെന്നും അമ്മേ. വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാരാ,
ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാരാ? ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി ദൈവകുമാരൻ ജനനീ.